ഹായ്, ഞാൻ ഷീന ജോൺ, ഫാർമസി ഇൻചാർജ്, എലിസ്റ്റർ ഹെൽത്ത് കെയർ. ഇന്ന് സെപ്റ്റംബർ 25, ലോക ഫാർമസിസ്റ്റ് ഡേ. ആഗോള ആവശ്യങ്ങൾ നിറവേറ്റുന്നു എന്നതാണ് ഈ വർഷത്തെ ഫാർമസിസ്റ്റ് ഡേയുടെ തീം. ആഗോളതലത്തിൽ ഫാർമസിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം സെപ്റ്റംബർ 25 ഫാർമസിസ്റ്റ് ഡേ ആയി ആഘോഷിക്കുന്നത്. മരുന്ന് എന്ന് അർത്ഥം വരുന്ന ഫാർമക്കോൺ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഫാർമസി എന്ന വാക്കിന്റെ ഉത്ഭവം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കുക എന്നതാണ്. നമ്മുടെ വ്യക്തികളിൽ നിന്നും ആരംഭിക്കുന്ന ആരോഗ്യ സംരക്ഷണം നമ്മുടെ ഭവനങ്ങളിലും തുടർന്ന് സമൂഹത്തിലും ആഗോളതലത്തിലും വരെ എത്തണം. മരുന്നുകൾ കണ്ടെത്തുക, അവയുടെ ഉപയോഗം, അവയുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ, പ്രതിപ്രവർത്തനങ്ങൾ, അത് സംബന്ധമായ നിയമവ്യവസ്ഥകൾ, സ്റ്റോർ മാനേജ്മെന്റ്, ഇവയെപ്പറ്റി എല്ലാം വളരെ വ്യക്തമായി പഠിക്കുന്നവരാണ് ഫാർമസിസ്റ്റുകൾ. അതുകൊണ്ട് തന്നെ മരുന്നുകളുടെ സ്പെഷ്യലിസ്റ്റുകളാണ് ഫാർമസിസ്റ്റുകൾ. സാധാരണമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ്, മരുന്ന് വാങ്ങാൻ ഫാർമസിയിൽ വരുമ്പോൾ ഗ്യാസിന്റെ മരുന്ന് വേണ്ട എന്ന് പറയുന്നു. ഒരു ഡോക്ടർ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഗ്യാസ് എന്ന് നമ്മൾ സർവ്വസാധാരണമായി പറയുന്ന മരുന്ന് കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മരുന്നുകൾ വളരെ കൃത്യമായ ഡോസിൽ കൃത്യമായ ടൈമിൽ ഫാർമസിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കണം. സ്വയം ചികിത്സ പാടില്ല. അസുഖങ്ങൾ വന്നാൽ കൃത്യമായി ഡോക്ടറിന്റെ അഡ്വൈസോടുകൂടി തന്നെ മരുന്നുകൾ ഉപയോഗിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാപ്പി ഫാർമസിസ്റ്റ് ഡേ.